സർ, ബി.ജെ.പിയുടെ സംസ്ഥാന പര്യടനവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും അവർ ഒരു മുദ്രാവാക്യമുണ്ട്, മാറാത്തത് മാറും എന്നുള്ളൊരു മുദ്രാവാക്യം. അപ്പോൾ അദ്ദേഹം പറയുന്ന ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു വാർത്താ മാധ്യമത്തിന് കൊടുത്തതാണ്. നിലവിലുള്ള രാഷ്ട്രീയ സംസ്കാരമാണ് മാറേണ്ടുന്നത്. തീർച്ചയായിട്ടും വലിയ ബ്രോഡ് ക്യാൻവാസ് ഉള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത് മാറണമെന്ന് എല്ലാവരുടെയും ഉള്ളിൽ അഭിപ്രായമുണ്ട്. നിങ്ങൾ കേരളത്തിലെ ഏത് പൗരൻ്റെ അടുത്ത് ചോദിച്ചോളൂ, ഏത് പൗരപ്രമുഖൻ്റെ അടുത്ത് ചോദിച്ചോളൂ, അവരെല്ലാം ഒരേ വാക്കിൽ പറയുന്നു, നമ്മുടെ ഈ സംസ്കാരം, നമ്മുടെ ഈ രാഷ്ട്രീയ സംസ്കാരം, അതാണ് ഉദ്ദേശിക്കുന്നത്, അത് ശരിയല്ല. എവൻ്റെയൊക്കെ രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത് പരമപുച്ഛത്തോടു കൂടിയും അതിലേറെ അപകടകരമായിട്ട് വെറുപ്പോടും കൂടിയാണ്. അപ്പം നല്ല വീടുകളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ആളുകൾ പോകുക എന്ന് പറയുന്നത് അതിനൊരു വിലക്ക് കൽപ്പിച്ചിട്ടുള്ളതുപോലെയാണ്. നല്ല വീടുകളിലെ ആളുകൾക്ക്, നല്ല കുടുംബങ്ങളിലെ ആളുകൾക്ക്, നല്ല വിദ്യാഭ്യാസം ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് പോകാൻ പറ്റിയ ഒരിടമല്ല രാഷ്ട്രീയം എന്നൊരു ബോധ്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. താഴെ തലങ്ങളിൽ മുതലുള്ള ആൾക്കാർ, രാഷ്ട്രീയക്കാരെ പുച്ഛവും വെറുപ്പും, അവരെല്ലാം കള്ളന്മാരാണെന്നുള്ള. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് സാർ, ഈ രാഷ്ട്രീയ നേതാക്കളുടെ എത്ര മക്കളുമാർ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. പണ്ട് കാലങ്ങളിൽ മക്കൾ അവകാശം എന്നുള്ള രീതിയിൽ രാഷ്ട്രീയത്തിൽ വരുന്നവരുണ്ട്. നമ്മൾ കെ കരുണാകരൻ മുതൽ അല്ലെങ്കിൽ VS ആൻ്റണി, AK ആൻ്റണി, ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ അവരുടെ പിൻതലമുറകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഇപ്പം MV ഗോവിന്ദനായാലും, ഇപ്പം മുഹമ്മദ് റിയാസാണ്, നമ്മുടെ പിണറായി വിജയന്റെ മകളാണെങ്കിലും എത്ര പേര് രാഷ്ട്രീയത്തിലേക്ക്, ഈ MV ഗോവിന്ദന്റെയൊക്കെ മക്കളൊക്കെ എനിക്കൊന്ന് വിദേശങ്ങളിൽ പഠിക്കുകയാണ്. അപ്പം രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുമാരെ ഇത്തരത്തിൽ അവർ വിദേശങ്ങളിൽ യാത്ര അയച്ചിട്ട് അല്ലെങ്കിൽ അവിടെ പഠിപ്പിച്ചിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് സാധാരണ അണികൾ, ഞാൻ ഇന്നലെയും കണ്ടു സാർ, ഇത് ഈ വരുന്ന വഴിക്ക് കുറച്ച് കോളേജ് വിദ്യാർത്ഥികളുടെ കോലാഹലങ്ങൾ, സാധാരണ കുടുംബത്തിലെ കുട്ടികളെ ഇവരുടെ രാഷ്ട്രീയത്തെ സാറ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ കളികളിലേക്ക്, ഈ അഴുക്ക സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്ന് പിന്തള്ളുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. അത് ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ആ രാഷ്ട്രീയ സംസ്കാരവുമായി വലിയ ബന്ധമില്ലേ? അത് ബന്ധമുണ്ട്, അതിന് അകത്തു വരുന്നതാണ് ഇതെല്ലാം. വാസ്തവത്തിൽ അത് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പല ആംഗിളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ പെരുന്തച്ഛൻ്റെ ആ കുളമുണ്ടല്ലോ, ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ അത് വട്ടത്തിലുള്ളത്, മറ്റൊരു വശത്ത് നിന്ന് നോക്കുമ്പോൾ അത് ചതുരത്തിലുള്ളത്, മറ്റൊരു വശത്തു നിന്ന് നോക്കുമ്പോൾ അത് ത്രികോണമാനത്തിലുള്ളതാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീക്ഷണകോൺ ഏതാണോ അതിനനുസരിച്ച് മാറ്റപ്പെടാവുന്ന വളരെ ബൃഹത്തായിട്ടുള്ള, അതേസമയം അമൂർത്തവുമായിട്ടുള്ള ഒരു സങ്കല്പമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് വളരെ പ്രസക്തവുമാണ്. കാരണം രാഷ്ട്രീയത്തെ, ഈ രാഷ്ട്രീയ പാർട്ടികളെ, അതിൻ്റെ നേതാക്കളെ എല്ലാം ജനങ്ങൾ വെറുക്കുന്നു. മനസ്സില്ലാതെ മനസ്സോടെ പോളിംഗ് ദിനത്തിൽ അവർ പോയി വോട്ട് ചെയ്യുന്നു. അതിനോടുള്ള ഒരു ആസക്തിയും ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ക്രമേണ ഒരു വിരക്തിയിലേക്ക് പോവുകയാണ്. അത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. വോട്ടിംഗ് ശതമാനം ക്രമേണ ക്രമപ്രവൃത്തമായിട്ട് കുറഞ്ഞു വരികയാണ്. നോട്ടയുടെ എണ്ണം നോട്ടയുടെ എണ്ണം കൂടുകയാണ്. അതുപോലെ നോട്ടുകളുടെ എണ്ണം, അത് പ്രധാന, തെരഞ്ഞെടുപ്പിൻ്റെ ചെലവ് വമ്പിച്ചൊരു തുകയാണ്. ആ തുക സമ്പാദിക്കാൻ വേണ്ടി നടക്കുന്ന അഴിമതി അതിനേക്കാൾ വലിയൊരു തുകയാണ്. ഇപ്പോൾ നോക്കൂ, ഏറ്റവും ഒടുവിൽ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമായിട്ട് സുധാകരൻ അന്ന് നടത്തി എന്ന് പറയുന്ന കൊള്ളരുതായ്മ, അങ്ങനെ തന്നെ ഞാൻ പറയും. അദ്ദേഹം തുറന്നു പറഞ്ഞതേ ഉള്ളൂ. ആ കള്ളം ചെയ്ത പല ആളുകളും ഇന്ന് അധികാരത്തിൻ്റെ കസേരകളിൽ ഇരിപ്പുണ്ടെന്നുള്ള സത്യം കൂടി നമ്മുടെ അതിനോട് ചേർന്ന് വായിക്കുമ്പോഴേ അത് സത്യമാകും. കാരണം അധികാരം കയ്യിലിരിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റൽ ബാലറ്റിൽ കൃത്രിമം കാണിക്കാമെന്ന് വരുമ്പോൾ അത് നമ്മുടെ ഭരണഘടനയുടെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ നിരാകരണമാണ് സംഭവിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമാണ്. ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഈ ജനപ്രതിനിധി എന്നുള്ളത് തെറ്റാവുന്നു അല്ലേ? അങ്ങനെ തന്നെയല്ലേ വരുന്നത്? അദ്ദേഹം തുറന്ന് സത്യസന്ധമായിട്ട് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞത് ഭാവന ചേർത്തതാണെന്ന്, രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം മാത്രമല്ല, ആ പാർട്ടിയിൽപ്പെട്ട എല്ലാവരും അധികാരത്തിലിരുന്ന് ചെയ്തിട്ടുണ്ട്, ഈ അഴിമതി ചെയ്തിട്ടുണ്ട്. മറ്റു പാർട്ടികളിലിരിക്കുന്നവർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, അവരും ചെയ്തിരിക്കണം. ബംഗാളിലൊക്കെ ആണെങ്കിൽ, കേരളത്തിലെ കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്, ബംഗാളിലൊക്കെ ആണെങ്കിൽ വോട്ടിംഗ് ബൂത്തുകളിൽ വോട്ട് ചെയ്യുന്ന പാർട്ടിക്കാരാണ്, ആരെയും അങ്ങോട്ട് കടക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് കണ്ണൂരിൽ ഇത് നടക്കാറില്ലേ?
പാർട്ടി ഗ്രാമങ്ങളിലുള്ള കണ്ണൂരിൽ ഇത് നടപ്പാക്കാറില്ല. ഏതെങ്കിലും സഖാവ് അവിടെ നിന്ന് പറയുമ്പോഴേ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ എം വി ഗോവിന്ദൻ മാഷ് ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പറഞ്ഞ ആൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. അങ്ങനെയല്ല സഖാവേ, നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ നിർദ്ദേശം വന്നു കാണും, അല്ലാതെ ഇത് ചെയ്യില്ല. നിങ്ങളുടെ പാർട്ടിയുടെ നയം അതാണ്, രീതി അതാണ്. നിങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ടത്. തള്ളിക്കളയാൻ പറ്റുമോ? നമുക്ക് ചോറ് വെന്തോന്ന് രജനിക്കറിയാമല്ലോ, ചോറ് വെച്ചിട്ടില്ലേ? ചോറ് വെന്തോന്ന് നമ്മൾ നോക്കി അറിയുന്നത് എങ്ങനെയാണ്? അതിലൊരെണ്ണം എടുത്ത് നോക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു ജി സുധാകരൻ പറഞ്ഞാൽ മതി. ഇത് നിങ്ങൾക്കെല്ലാം ബാധകമായിട്ടുള്ള അംശി പുലാക ന്യായം എന്ന് പറയും. ആ ന്യായം തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വ്യാപകമായ തോതിൽ ഇങ്ങനെയുള്ള കൃത്രിമങ്ങൾ, തെരഞ്ഞെടുപ്പിൽ കൃത്രിമങ്ങൾ നടക്കും. ഒന്നത്. പിന്നെ വോട്ട് നേടാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തുക പറഞ്ഞിട്ടുണ്ട്. ആ തുകയിലാണോ ഇവരുടെ ആരുടെയെങ്കിലും തെരഞ്ഞെടുപ്പ് ക്രമീകരിക്കുന്നത്? ചെലവ് ചുരുക്കി അതിൻ്റെ എത്രയോ ഇരട്ടി, 10ഉം 15ഉം ഇരട്ടി തുക അവിടെ ചിലവാക്കിയിട്ട് ഇത്രയേ ഉള്ളൂ എന്നുള്ള കള്ളക്കണക്ക് കാണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കള്ളം. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുണ്ടാക്കാൻ വേണ്ടി അഴിമതി നടത്തുന്നതല്ലേ? നമ്മളിപ്പോൾ കണ്ടല്ലോ, CMRLൻ്റെ ലെറ്റർ പാഡിൽ പരേഡ് ബുക്കിൽ പല പേരുകൾ കണ്ടല്ലോ. അതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാത്രം സത്യസന്ധനായതുകൊണ്ട് സമ്മതിച്ചു. ബാക്കിയെല്ലാം അവിടെ കിടപ്പുണ്ട്. PV എന്നും MV എന്നും പല ദ്വയാക്ഷരങ്ങൾ കിടപ്പുണ്ട്. 2 അക്ഷരമുള്ള പേരുകൾ ഒരുപാട് കിടപ്പുണ്ടെന്നേ. അതുകൂടാതെ അതേ സ്ഥാപനം തന്നെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അയാളുടെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു വമ്പിച്ച തുക, അത് കോടിക്കണക്കിന് രൂപയുടെ തുക ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. രഞ്ജനിക്കും അത് കിട്ടിയാൽ സുഖമാണെന്ന് തോന്നില്ലേ? സുഖമായിട്ട് ജീവിക്കരുത് അങ്ങനെ തുക കിട്ടിയ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കും. പണത്തിനോടുള്ള മോഹമുണ്ട്. ആ മോഹത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ മോഹത്തിന് പ്രലോഭിപ്പിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള അഴിമതികൾ ധാരാളമായിട്ട് അധികാര കസേരയിലിരിക്കുന്നവർ ചെയ്തു കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇനി അതുകൂടാതെ ഒരു കാര്യം കൂടെ പറയും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ ചോദിച്ചല്ലേ, ഈ രാഷ്ട്രീയക്കാരുടെ മക്കളൊന്നും രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. അപൂർവതകളിൽ അപൂർവതകളായിട്ട് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ നമ്മൾ കുറ്റം പറയുകയും ചെയ്യും, മക്കൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. വേറൊരു വശം കൂടിയുണ്ട്. അല്ലാത്തവരുടെ മക്കൾ എവിടെയാണ്? ഞാൻ യാദൃച്ഛികമായിട്ട് അബുദാബി പോയപ്പോൾ കണ്ടു, പല രാഷ്ട്രീയക്കാരുടെയും മന്ത്രിമാരുടെയും മക്കളെല്ലാം അവിടെ അന്നത്തെ കാലത്ത് തന്നെ 4 അക്കം ശമ്പളം കിട്ടുന്ന ആൾക്കാരാണ്. എന്നാൽ അതിന് തക്ക വിദ്യാഭ്യാസ യോഗ്യതകൾ വല്ലതും ഇവർക്കുണ്ടോ? പാവപ്പെട്ട യൂസഫ് അലി കൊടുക്കുന്ന ജോലി കൊണ്ട് തൃപ്തിപ്പെട്ട് അവരുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ അന്തസ്സായിട്ടൊരു ജോലി വാങ്ങിച്ച് കഴിയുന്നവരാണ്. ഇവർ സജീവ SFI രാഷ്ട്രീയത്തിലേക്ക് പോയത് കൊണ്ട് ഇങ്ങനെ ആയതല്ല. പഠിക്കാൻ മോശക്കാരായിരുന്നത് കൊണ്ട് അവരുടെ അച്ഛനും അമ്മയുമൊക്കെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്യനാട്ടുകളിലേക്ക് യൂസഫ് അലിയോടൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും. ഏത് രാഷ്ട്രീയക്കാരനും, പത്രപ്രവർത്തകരും കൊണ്ട് അങ്ങനെ. രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അല്ല, ഇതിനോട് ചേർത്ത് ഒരെണ്ണം കൂടെ പറയട്ടെ, ജുക്സ്റ്റാപ്പോസ് ചെയ്യണം നമ്മൾ. അതായത് നമ്മുടെ അതേസമയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു ഇടതുപക്ഷക്കാരനോട്, C. അച്യുതമേനോൻ, ഇടതുപക്ഷക്കാരനായിട്ട് അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അഭിവക്തമല്ല, പിള്ളപ്പായി CPIയുടെ ആളായിട്ടുള്ള C. അച്യുതമേനോൻ, അദ്ദേഹത്തിൻ്റെ മകൻ രാഘവൻകുട്ടി എനിക്കറിയാവുന്നതാണ്, കമ്മ്യൂണിറ്റി മെഡിസിനിലായിരുന്നു. അദ്ദേഹം പഠിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ആണെന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂറുള്ള ഒരു രാജ്യമാണ്. പല സഹായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ രാജ്യത്ത് എനിക്കൊരു അഡ്മിഷൻ വാങ്ങിച്ചു തരണമെന്ന് ഈ രാമൻകുട്ടി പറഞ്ഞു. അച്യുതൻ എൻ്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ പിൽക്കാലത്ത് അദ്ദേഹം മെഡിസിൻ നേടുകയും കമ്മ്യൂണിറ്റി മെഡിസിനിൽ ഡിഗ്രി നേടുകയും പ്രശസ്തനായിട്ടൊരു ഡോക്ടറായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ താമസിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ അനുഭവം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം, അതാണ് നമുക്ക്. അത് മാത്രമാണോ വേണ്ടത്? ഈ അഴിമതി എന്ന് പറയുന്നത് തുടച്ചു നോക്കിക്കൊണ്ടും, അതുപോലെ തന്നെ ഈ പ്രീണനം എന്ന് പറയുന്നത് ഇല്ലാതാക്കണം. രാഷ്ട്രീയക്കാർ ബിഷപ്പുമാരുടെ അരമനയിൽ അല്ലെങ്കിൽ സാമുദായിക നേതാക്കന്മാരുടെ അരമനകളിൽ ഒക്കെ പോയി നിരങ്ങി നീങ്ങുന്ന അവസ്ഥ വളരെ ലജ്ജാവഹമാണ്. അതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം സമുദായം BJPയെ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് മാറ്റിയെടുക്കണം എന്നുള്ള തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ. അപ്പൊ ഇത്തരത്തിൽ ഈ പ്രീണന രാഷ്ട്രീയം, അതായത് മുസ്ലിം സമുദായം BJPയെ വിശ്വസിക്കുന്നില്ലെന്നത് യാഥാർത്ഥ്യമാണെന്നും അത് മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണെന്നുമുള്ളത് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് BJP മുൻകൈ എടുക്കേണ്ട ഒരു കാര്യമാണ്. ആ വിശ്വാസം എങ്ങനെയുണ്ടായി? ഒരു പക്ഷേ ഈ ഒരു പ്രീണന രാഷ്ട്രീയം, അതായത്
ഈ ഒരു മതവിഭാഗങ്ങളിലേക്കുള്ള ഒരു പ്രീണന രാഷ്ട്രീയമല്ലേ ഇപ്പോൾ CPM ഇന്ന ഇത്, അല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിലേക്ക് അവരെ ഇതാക്കുന്നു, CPM ഈ ക്രിസ്ത്യൻസിനെ വോട്ട് പിടിക്കാൻ പോകുന്നു, ഇത്തരത്തിൽ ഓരോരുത്തരെയും ഈ അതേപോലെ തന്നെ BJP മുസ്ലിംസിന് എതിരാണ് എന്നുള്ള തരത്തിൽ അത് മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് രാജീവ് ചന്ദ്ര. എന്തായാലും മാറ്റം അനിവാര്യം എന്നുള്ളത് അദ്ദേഹം തീർത്തു പറയുന്നു. അത് പണ്ട് ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നു, അതായത് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട്, അത് എവിടുന്ന് വന്നാണെന്ന് അറിയില്ല, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഉള്ള കാലമല്ല, സോവിയറ്റ് യൂണിയനിൽ 60 വയസ്സ് ആൾക്കാരെ എല്ലാം കൊല്ലും. കാരണം അവരുടെ അധ്വാന ശക്തിയുള്ള ആളുകൾക്ക് മാത്രമേ ജീവിക്കാൻ പറ്റൂ. ഇന്നൊക്കെ വാസ്തവത്തിൽ അതിൽ വീരജനനി എന്നും പറഞ്ഞ് കൂടുതൽ പ്രസവിക്കുന്ന അമ്മമാരെ അവർക്ക് വീരശൃംഖല നൽകുന്ന ഒരു രാജ്യമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടെ ജനസംഖ്യ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു രാജ്യത്ത് വയസ്സന്മാരെ കൊല്ലുമെന്നുള്ള ഒരു നറേറ്റീവ് വളരെ ഫലപ്രദമായിട്ട് വിസ്പർ ക്യാമ്പയിൻ പോലെ മാൻ ടു മാനായിട്ട് അല്ലെങ്കിൽ വുമൺ ടു വുമണായിട്ട് പ്രചരിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ക്യാപ്സ്യൂളുകളിൽ നിന്ന് സ്വയം ഇസ്ലാം സമുദായത്തെ രക്ഷിക്കണമെങ്കിൽ അത് BJP ആണ്, അവരുടെ ആവശ്യമാണ് മുൻകൈ എടുക്കേണ്ടത്, അല്ല മുസ്ലിങ്ങളുടെ ആവശ്യമല്ല. നിങ്ങൾ ഈ പറയുന്ന ഭവന പദ്ധതിയൊക്കെ മുസ്ലിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ പദ്ധതികൾ കൊണ്ടും വിദ്യാഭ്യാസത്തിനുള്ള പദ്ധതികൾ കൊണ്ടും പുരോഗമനത്തിനും വികസനത്തിനുമുള്ള പദ്ധതികൾ കൊണ്ട് ആ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരുടെ വിശ്വാസം എടുക്കുക, കർമ്മത്തിലൂടെ, വാക്കുകൾ കൊണ്ടല്ല നിങ്ങൾ എടുക്കേണ്ടത്. അതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു നഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അത് എടുക്കേണ്ട ശ്രമം നിങ്ങളിൽ തന്നെയല്ല, മുസ്ലിങ്ങളിൽ നിന്നല്ല വരില്ല, അങ്ങനെ വരില്ല ഒരിക്കലും. എന്തായാലും രാജീവിൻ്റെ മാറണം എന്നുള്ളൊരു മുദ്രാവാക്യം എന്തായാലും അത് യാഥാർത്ഥ്യത്തിലേക്ക് വരട്ടെ അല്ലേ? അതെ, അങ്ങനെ അത് സ്വപ്നം മാത്രമാണത്. അത് വലിയ പ്രയാസമുണ്ട്. ഈ പറഞ്ഞ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞ പോലെ ദി ആക്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് മച്ച് മോർ ഡിഫിക്കൽട്ട് ദാൻ മേക്കിംഗ് കമൻറ്റ്സ് ഓൺ ഇറ്റ് എന്ന് പറയുന്നത് പോലെ വളരെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഒരു നല്ല ചുവടുവെപ്പ് വയ്ക്കാനെങ്കിലും കഴിയട്ടെന്ന് മാത്രം പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.